ഹലോ ഗൈസ്, ഇന്നാണെങ്കിൽ ഞാൻ രാവിലെ എണീറ്റപ്പോൾ ഞാൻ ഓർത്തത് നമ്മുടെ പണ്ടത്തെ നമ്മുടെ ആ ഒരു ലംബോർഗിനിയുടെ ഒക്കെ കാര്യം ഓർത്തു. പിന്നെ കുറേ നേരം അത് കാരണം വിഷമിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കടയിലൊന്ന് പോയിട്ട് വരാം. സാധനമൊക്കെ മേടിക്കാനുണ്ട് നമ്മുടെ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കുറേ മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോയാലോ? എന്തു പറയുന്നു? നമുക്ക് നേരെ നമ്മുടെ ഫോർച്യൂണർ കൊണ്ട് പോവാം. നമ്മുടെ ലംബോർഗിനി പോയതിന് ഭയങ്കര വിഷമമാണ് എനിക്ക്. നമുക്കൊന്ന് പോകാം. നമുക്കൊരു വാർത്ത വെച്ച് നോക്കാം. ഗായ്സ്, നമ്മുടെ സുഗുണനെ പോലീസ് പിടിക്കാൻ പോകുന്നു. ഗായ്സ്, നമ്മുടെ സുഹൃത്തായ സുഗുണനാണ്. അപ്പോൾ അവനെ പോലീസ് പിടിക്കാൻ പോകുന്നു. അപ്പോൾ നമുക്ക് അവൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാവേ. പെട്ടെന്ന് തന്നെ പോവാം സുഗുണൻ്റെ വീട്ടിലോട്ട്. നമ്മുടെ സുഗുണൻ എവിടെയാണെന്ന് അറിയത്തില്ല. സുഗുണനെ നമുക്കൊന്ന് പോകാൻ നോക്കാതെ. എൻ്റെ സുഗുണൻ നോക്കുന്നു. നീ ഒരു ഒറ്റ കാരണം ഞാനിപ്പോ ഈ പോലീസ് കേസിൽ അടങ്ങിയിരിക്കുന്നത്. നീ പൊക്കേടാ. നീ ഒരൊറ്റ കാരണം നീ ഇത്രയൊക്കെ ആയത്. നീ ഒറ്റ ഞാൻ നിന്നെ ഇറക്കാം പോലീസ് കേസിൽ നിന്ന്. ഞാൻ ഇപ്പം തന്നെ ഇറക്കാം. പോലീസിനോട് പോയി ചോദിച്ചു നോക്കാം. ഞാൻ ഇപ്പം തന്നെ നിന്നെ ഇറക്കാം. നീ അടിയൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ ഇപ്പം തന്നെ പോയി ഇറക്കാം. നിന്നെ ഇപ്പം തന്നെ പോയി ഇറക്കാം. ഗായ്സ്, അവൻ എന്നെ ഇടിക്കാനൊക്കെ വന്നു. ഗായ്സ്, അവൻ അത്രയ്ക്കും വിഷമായിരിക്കാം. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പോയി ചോദിച്ചു കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്. ഭയങ്കര ചുമയാണ്. അടുത്ത ദിവസം കാറും കൊണ്ടൊന്ന് പോകണം ആശുപത്രിയിലോട്ടൊക്കെ. പോകണം എന്നൊക്കെയുണ്ട്. നമുക്കൊന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നോക്കാം. ചോദിച്ചു നോക്കാം. നമുക്ക് സുഗുണനെ വിടാവോ? സുഗുണനെ വിടാൻ പറ്റത്തില്ലല്ലോ. സുഗുണനൊരു പോലീസ് കേസിൽ അറസ്റ്റ് ആയിരിക്കില്ലേ. സുഗുണനെ അങ്ങനെയൊന്നും വിടാൻ പറ്റത്തൊന്നുമില്ല. സുഗുണൻ പോലീസ് കേസിൽ അറസ്റ്റാ അല്ലേ സാറേ? അതെ സാറേ, അതെ. എങ്ങനെയെങ്കിലും ഒന്നും പറ്റത്തില്ല. വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ വിടാൻ പറ്റത്തില്ല. വിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. നമുക്ക് സുഗുണനെ ഒരു ദിവസം ഇറക്കണം എന്തായാലും. ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് സുഗുണനെ എങ്ങനെയെങ്കിലും ഇറക്കണം. അപ്പം ഇറക്കുന്ന വീഡിയോ അടുത്ത പ്രാവശ്യം വരുന്നതാണ്. ബൈ.